കാട്ടാനപ്പേടയിൽ വളഞ്ഞിരിക്കുകയാണ് പത്തനാപുരത്തെ വന്മള ഗ്രാമം. പിറന്തൂർ ഗ്രാമപഞ്ചായത്തിൽ പൂനല്ലൂർ പട്ടണത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രാമമായ വന്മളയിലാണ് കാട്ടാന വിഹരിക്കുന്നത്. മ്ലാവ്, മയിൽ, മലയണ്ണാൻ, പന്നി എന്നിങ്ങനെയുള്ള ചെറിയ കാട്ടുമൃഗങ്ങളല്ലാതെ കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയ്ക്ക് ആനയുടെ ശല്യം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. കറവൂരിലെ കനാലും കടന്ന് ചാലിയക്കര പത്തുപറ പാലവും കടന്ന് ആന എങ്ങനെ ജനവാസ മേഖലയിലെത്തി എന്ന അത്ഭുതത്തിലാണ് പ്രദേശവാസികൾ. പത്തുപറ ഇപ്പം MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലം ആണ്. ആ പാലം നിൽക്കുന്നതിൻ്റെ ഇക്കരക്കര വന്മള പിറന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശമാണ്. അക്കരെ കുറേ 40ഓളം വീടുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ മുനിസിപ്പാലിറ്റി ഏരിയയാണ്. പിന്നെ PWD റോഡാണ്, ചാലിയക്കര വനമാണ് അവിടെ. അപ്പം ഇതൊക്കെ പ്ലാന്റേഷൻ വനമേഖലയാണ്. ഒരിക്കലും ഇവിടെ ആന വന്നതായിട്ട് ഒരു കെട്ടുകേൾവി പോലും ഇല്ല. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ 2 ആനകൾ ഇന്നലെ രാത്രി ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി 1:30 പോസ്റ്റർ ഒട്ടിച്ച് വന്ന ആളുകളാണ് ഇത് കണ്ടത്. അപ്പുറത്താണ് ഇത്, അക്കരെ മേഖലയിലാണ് ഈ ആനയെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഈ പാലത്തിലൂടെ ഓടിച്ച് കയറ്റി നമ്മുടെ വാർഡിലേക്ക് കയറ്റി ഇതുവഴിയാണ് കയറിപ്പോയത്. ആന ഇതുവഴിയാണ് വീഡിയോയിൽ കാണുന്നത്, ഇതുവഴി കയറി. ഇപ്പോൾ നിലവിൽ 2 ആന അകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഒരുപാട് ജനവാസ മേഖലയാണ്. ഇവിടെ പാലത്തിന് ഇക്കരെ കയറുന്ന വന്മള വാർഡാണ്. ഇവിടെ ഒരുപാട് ജനവാസ മേഖലയാണ്. അവരെല്ലാം ഭീതിയിലാണ്. ഒരിക്കൽ പോലും ഒരു കാട്ടാന ശല്യം ഉണ്ടാകാത്ത ഒരു പ്രദേശമാണ്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ചാലിയക്കര കുട്ടിവനത്തിൽ നിന്നും ഒരാന പത്തുപറപ്പാലത്തിലൂടെ വന്മല ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ആന ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സംഘടിച്ച പ്രദേശവാസികൾ അതിനെ തുരത്തി വനത്തിലേക്ക് ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയം കണ്ടില്ല. പത്തുപറപ്പാലത്തിന് സമീപം ഈറയും മുളയും നിബിഡമായി വളരുന്ന ചെറിയ കാട്ടിനുള്ളിൽ ആന നിലയുറപ്പിച്ചു. ഇപ്പോൾ ഈ 46 വർഷത്തിനിടെ ആനയെന്നുള്ള ചരിത്രം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. പിന്നെ പന്നിയുണ്ട്, പ്ലാവുണ്ട്, കുരങ്ങുണ്ട്, മരയണ്ണാനുണ്ട്, മയിലുണ്ട്, പച്ചക്കിളിയുണ്ട്. ഇത്രയും ശല്യം നമുക്കുണ്ട്. അതിനകത്ത് ഉപജീവനം നടത്താനുള്ള മാർഗമില്ലാതെ നിൽക്കുക. ആന ജനവാസ മേഖലയിലേക്ക് എത്താതെ തുരത്തി ഓടിക്കാൻ ഉറക്കമിളച്ച് കാത്തിരിക്കുന്നവരെ ഞെട്ടിച്ച് ഞായറാഴ്ച പുലർച്ചെ 2 ആനകൾ പത്തുപറപ്പാലത്തിന് സമീപം പ്രത്യക്ഷപ്പെട്ടു. ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആനയുടെ എണ്ണം പെരുകുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു. ഇവിടെ ഇപ്പം കൃഷിക്കാർ വലിയ ആശങ്കയിലാണ്. അത് മാത്രമല്ല, അതിനെക്കാട്ടി വീണ്ടും ഇവിടെ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു മേഖല ആളുകൾ. അവർ ഈ റോഡിൽ ഒരാന നിന്ന് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ 3-4 പേര് വന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമാണ് ആനയെ കാണും. അവർ ബൈക്കും എല്ലാമായിട്ട് മറിഞ്ഞു വീണു. പിന്നെ പിള്ളേർ കൂടി എന്തായാലും അത് വയലൻ്റ് എല്ലാം കൊണ്ട് അവർക്ക് ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവസ്ഥ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിൽ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പടക്കം പൊട്ടിച്ചും മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കിയും ആനകളെ വനത്തിലേക്ക് തുരത്തിവിടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ന്യൂസ് 18 പുനലൂർ. കൊല്ലത്ത് ബൈക്കിടിച്ച് 2 മരണം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഗോവിന്ദദാസ്, രാമൻകുളങ്ങര സ്വദേശി അനൂപ് എന്നിവരാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരമാണ്. കാമരാട് മുക്കാട് രാത്രി 7:30 അപകടം. അനൂപ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരെ ഇടിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്ന് ആരോപിച്ച് മരിച്ച അനൂപിന്റെ സുഹൃത്തുക്കൾ ജില്ലാ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി. ആശുപത്രിയുടെ ചില്ല അടിച്ചു തകർത്തു. വനിതാ ജീവനക്കാരിയായ ഷീല കുമാരിക്ക് പരിക്കുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്.